നമ്മുടെ ജെമിനി, നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ജെമിനി ഉണ്ടല്ലോ, എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോണിലെ ജെമിനി ആപ്പ് അതിലേ പറ്റുള്ളൂ, ഡെസ്ക്ടോപ്പിലെ പറ്റില്ല. മൊബൈൽ ഫോണിലെ ജെമിനി ആപ്പിൽ നിന്ന് നമുക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം. ജെമിനി മെസ്സേജുകൾ, നമുക്ക് എന്താണോ മെസ്സേജുകൾ തയ്യാറാക്കേണ്ടത് തയ്യാറാക്കി ഇന്നയാളിനെ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നയാളുടെ അങ്ങ് അയക്കും. വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഗ്രൂപ്പിലേക്കോ ഒക്കെ മെസ്സേജ് അയക്കാൻ നമുക്ക് എവിടെ പറ്റും? ജെമിനി എന്ന് പറ്റും. ഓക്കെ, മനസ്സിലായോ? യെസ്, ആരും ഒന്നും മിണ്ടുന്നില്ല. മനസ്സിലായി. അതായത് നമ്മള് മൊബൈൽ ഫോണിലെ ജെമിനി ആപ്പ്, അത് നിങ്ങളുടെ മൊബൈലിലൊക്കെ ഉണ്ടാവും. ബ്രൗസറിൽ നിന്നല്ല, ജെമിനി ആപ്പ്. അതായത് ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ആ ഗൂഗിൾ അസിസ്റ്റന്റ് ജെമിനിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തില് ആൻഡ്രോയിഡ് ബേസ്ഡ് ആണ്. മൊബൈലിൽ നിന്നേ അത് സാധ്യമാവുള്ളൂ. അപ്പൊ മൊബൈലിൽ നിന്ന് ഞാനിപ്പോ ഒരു മെസ്സേജ് പങ്കജാക്ഷൻ സാറിന് അയക്കാം. ഞാൻ എന്ത് ചെയ്യണം? വാട്സാപ്പിൽ പോണ്ട, ഞാൻ എവിടെ പോയാൽ മതി? ജെമിനിയിൽ പോയാൽ മതി. ജെമിനിയിൽ പോയിട്ട് ഞാൻ പറയാം, ഇരുപത്തിയഞ്ച് 26 തീയതികളിലെ സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്, സന്നദ്ധ സംഘടന ചീഫ് ഫംഗ്ഷണറിമാർക്കുള്ള ക്ലാസ്, ചീഫ് ഫംഗ്ഷണറിമാർക്ക് ഉള്ള ക്ലാസ് രാവിലെ 11 മണിക്ക് ആണല്ലോ ആരംഭിക്കുന്നത്. 11 മണിക്ക് ആരംഭിക്കും. അതാണല്ലോ നമ്മൾ ഫിക്സ് ചെയ്ത സമയം. ഈ മെസ്സേജ് എന്റെ വാട്സാപ്പ് കോണ്ടാക്റ്റിലുള്ള ശാന്തിഗ്രാം പങ്കജാക്ഷന് അയക്കണം. ഞാൻ സബ്മിറ്റ് ചെയ്തു. അതായത് മൊബൈൽ ഫോണിൽ ഞാൻ പറഞ്ഞിട്ട് അത് ഒരു മെസ്സേജിന്റെ കാര്യം പറഞ്ഞു. അപ്പോ ആ മെസ്സേജ് തയ്യാറാക്കിയിട്ട് സെൻഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും, കാണാമോ? ഈ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് പങ്കജാക്ഷൻ സാറിന് പോകും. പങ്കജാക്ഷൻ സാർ ക്ലാസ്സിലുണ്ടോ? സാറുണ്ടോ ക്ലാസ്സില്? ഉണ്ട്. സാറ് മെസ്സേജ് വന്നാ നോക്കി നോക്കൂ വാട്സാപ്പിൽ. ഒരു സെക്കൻഡ്. സാർ പേഴ്സണൽ IS വിട്ടു. വന്നിട്ടുണ്ടല്ലോ. വന്നു. അപ്പൊ നമുക്ക് പങ്കജാക്ഷൻ സാറിന് ഭയങ്കര ഉപയോഗമാണ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സമയം വാട്സാപ്പ് മെസ്സേജ് അയക്കാനും, വാട്സാപ്പുകാരുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് സാറിന്റെ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോ ഇനി വളരെ അനായാസമായി എന്ത് മെസ്സേജും ഒന്ന് പറഞ്ഞിട്ട് ഇന്ന ആളിന് അയക്കുക, ഇന്ന ഗ്രൂപ്പിലേക്ക് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് പോയി. യെസ്, എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും ഇത് ബോധ്യപ്പെടാതെ ഉണ്ടോ? അതായത് നമ്മുടെ ഫോണില് ജെമിനി എടുത്തിട്ട് നിങ്ങൾ എന്താണോ മെസ്സേജ് ആണെങ്കിൽ അത് തയ്യാറാക്കി തരും. ഇന്നതാണ് എന്റെ കാര്യം, കുറച്ച് നല്ല രസത്തിലുള്ള ഒരു ഫലിതമൊക്കെ ചേർത്തൊരു മെസ്സേജ്, ഗൗരവകരമായ ഒരു മെസ്സേജ് തയ്യാറാക്കി അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് എഴുതണ്ട, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അത് തന്നെ തയ്യാറാക്കി സെൻഡ് ചെയ്യും. സബ്മിറ്റ് കൊടുക്കുക, മെസ്സേജ് എല്ലാം തയ്യാറാക്കി വരും. പിന്നെ സെൻഡ് ബട്ടണിൽ അമർത്തിയാൽ മതി, വാട്സാപ്പിലേ പോണ്ട.
ഓക്കെ. ഓക്കെ. ശാന്തിര മെസ്സേജ് കിട്ടുന്നത് വാട്സാപ്പിലായിരിക്കും അല്ലേ? വാട്സാപ്പിൽ മെസ്സേജ് കിട്ടും. അതായത് നമുക്ക് മെസ്സേജ് അയക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. മെസ്സേജ് അയക്കാൻ നമ്മൾ സാധാരണ വാട്സാപ്പിൽ പോയി ഒരാളുടെ കോണ്ടാക്ട് ഒക്കെ തപ്പിപ്പിടിച്ച് എഴുതി അയക്കുന്നത് നമ്മൾ പറഞ്ഞാൽ മതി. ഇന്ന ആളിലേക്ക് അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിലേക്ക് ഇന്ന മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് അയച്ചോളൂ. ശരി സർ, താങ്ക് യു. എല്ലാവരും നോക്കണം. എല്ലാവർക്കും ഇത് വളരെ ഉപയോഗമുള്ള കാര്യമാണ്. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലോ ഇത് ഈ പറഞ്ഞ കാര്യം ഇംഗ്ലീഷിൽ മെസ്സേജ് ആക്കി അയക്കാൻ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കും. ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മലയാളത്തിലാക്കി അയക്കാൻ പറഞ്ഞാൽ മലയാളത്തിൽ അയക്കും. തെലുങ്കിൽ അയക്കാൻ പറഞ്ഞാൽ തെലുങ്കിൽ അയക്കും. ഏത് ഭാഷയിലാണോ അയക്കും. അത് ഏത് രീതിയിലാണോ മെസ്സേജ് തയ്യാറാക്കുകയും ചെയ്യും. നമസ്കാരം സജു. നമസ്കാരം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഓ, ഈ പങ്കജാക്ഷൻ എന്ന പേരിൽ 2 or 3 കോണ്ടാക്ട് ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ ആ അവസരത്തിൽ എന്താവും? എന്തായാലും വാട്സാപ്പിൽ ഒരു കോണ്ടാക്ട് കാണുള്ളൂ. വാട്സാപ്പിലെ ഒന്നിലധികം കോണ്ടാക്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെയല്ല. പങ്കജാക്ഷൻ എന്ന പേരില് പങ്കജാക്ഷൻ വേറെ, പങ്കജാക്ഷൻ വേറെ ഉണ്ടാവുന്നതാണ്. അതിന്റെ മുഴുവൻ ഐഡന്റിറ്റിയും നമ്മുടെ പ്രോംപ്റ്റ്, നമ്മൾ പറയുന്ന പ്രോംപ്റ്റ് ഉണ്ടാവും. പറയണം ഇന്ന പങ്കജാക്ഷൻ. ഞാൻ അതാണ് ശാന്തിഗ്രാം പങ്കജാക്ഷൻ. ഇന്ത്യയിലും വേറെ പങ്കജാക്ഷൻ ഉണ്ട്. അതെല്ലാം നമ്മൾ കോമൺ ഇതിനകത്ത് AI ഉപയോഗിക്കുമ്പോ നമ്മുടെ കോമൺ സെൻസ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ നമ്മളെ കോമൺ സെൻസ് ഉപയോഗിക്കാതെ ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹോബിളായി പോകും. ഓക്കെ, ഞാൻ പകുതി എത്തി നിർത്തേണ്ടി വന്നു. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഓർമ്മയുണ്ടോ? അതെ, ഓർമ്മയുണ്ട് സാർ, ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാമല്ലോ. ഇതായി. ഇനി നമ്മൾ ഒരിക്കൽ ഗൂഗിൾ കീപ്പിനെ കുറിച്ച് നമ്മൾ ഈ പുതിയ ബാച്ചിലുള്ള ആൾക്കാരോട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഗൂഗിൾ കീപ്പ്, അതായത് ഗൂഗിളിന്റെ നമുക്ക് ഗൂഗിൾ ഡോക്ക്, ജിമെയിൽ, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ഗൂഗിളിന്റെ ഒരു ടൂളാണ് ഗൂഗിൾ കീപ്പ്. ഗൂഗിൾ കീപ്പ് എന്ന് വെച്ചാൽ നോട്ട് തയ്യാറാക്കി വെക്കാനുള്ള ഒരു നമ്മൾ നോട്ട് പാഡ് പോലെയാണ് ഗൂഗിൾ കീപ്പ്. അപ്പൊ നമുക്ക് നോട്ടൊക്കെ തയ്യാറാക്കി വെക്കാൻ, പല കാര്യങ്ങളും നോട്ടൊക്കെ തയ്യാറാക്കി വെക്കാൻ നമുക്ക് ഗൂഗിൾ കീപ്പിനെ ഗൂഗിൾ കീപ്പ് ഞാൻ അതിന്റെ നോട്ട് ഇട്ട് തരാം. അപ്പൊ ഈ ഗൂഗിൾ കീപ്പ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ കീപ്പ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. സിമ്പിൾ ആണ്. ഗൂഗിൾ കീപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പം ഗൂഗിൾ കീപ്പിന്റെ ഒരു ആപ്പ് കൂടെ നിങ്ങളുടെ ഫോണിലായി കഴിയും. മൊബൈലില് നിങ്ങളുടെ ഗൂഗിൾ കീപ്പ് .com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ കീപ്പ് ഇതിൽ ഓപ്പൺ ആയി വരും. നമുക്ക് നോട്ട് തയ്യാറാക്കാൻ, ഉദാഹരണത്തിന് നമ്മളെ ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട്, ആ നോട്ട് നിങ്ങൾ ഗൂഗിൾ കീപ്പിനോട് തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ തയ്യാറാക്കി തരും. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നോട്ട് തയ്യാറാക്കി, അല്ലെങ്കിൽ നിങ്ങൾ ജനറേറ്റ് ചെയ്ത സാധനത്തെ ഒരു നോട്ടാക്കി മാറ്റണം. ആ നോട്ടാക്കി മാറ്റിയിട്ട് അത് ഗൂഗിൾ കീപ്പിൽ സേവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സേവ് ചെയ്ത് വെക്കും. പിന്നെ നിങ്ങൾ ഗൂഗിൾ കീപ്പിൽ പോയി നോക്കിയാൽ മതി. ഇതിനകത്ത് ചില കൺഫ്യൂഷൻ ഉണ്ട്. ഗൂഗിൾ കീപ്പ് എന്താണ്? ഗൂഗിൾ കീപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയ ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് keep.google.com എന്നാണ് അതിനെ പറയുന്നത്. ഞാനത് നമുക്കൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം, അപ്പൊ കുറച്ചുകൂടി വ്യക്തമാവും. ഒരു ബൾബിന്റെ ചിഹ്നത്തിലാണ് അത് നമുക്ക് മൊബൈലിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഗൂഗിൾ കീപ്പ്. ഇതിനകത്ത് നമുക്ക് നോട്ടുകൾ എന്റെ ചില നോട്ടുകളാണ്. അപ്പൊ നമുക്ക് ഏത് നോട്ടാണോ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ആ നോട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വായിക്കാം. ആ നോട്ടിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്യാം. ആ നോട്ടിന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ടിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ചെറിയ കുറിപ്പുകൾ എഴുതി വെക്കുന്നത്.
അങ്ങനെ ചെറിയ കുറിപ്പുകൾ എഴുതി. നോട്ടെന്ന് പറയുമ്പോൾ പഠിക്കുന്ന നോട്ട് മാത്രമല്ല, നിങ്ങളൊരു സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നു, ആ സാധനം വാങ്ങാൻ പോകുന്നതിന്റെ ഒരു ലിസ്റ്റ് ഈ നോട്ടിലാക്കാം. അരി പറഞ്ഞൊക്കെ വാങ്ങാനായിട്ട് കടയിൽ പോകുമ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞാൽ മതി. ഇവിടെ പറഞ്ഞാൽ മതി, ജെമിനിയോട് പറഞ്ഞാൽ മതി. ജെമിനിയോട് പറയണം ഇത് ഗൂഗിൾ കീപ്പിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ. ആ ഗൂഗിൾ കീപ്പിൽ വരും. നിങ്ങൾ കീപ്പ് എടുത്ത് നോക്കുമ്പോൾ അത് നോക്കി നമുക്ക് സാധനം വാങ്ങിക്കാം. മനസ്സിലായോ? ഹലോ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതിന്റെ ആവശ്യം ജെമിനിയായിട്ട് ഗൂഗിൾ അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ജെമിനിയുടെ നമുക്ക് ജിമെയിൽ പോലെ ഗൂഗിൾ ഡോക്ക് പോലെ ഒരു ജെമിനിയുടെ ഒരു ഗൂഗിൾ വർക്ക് സ്പേസിലുള്ള അതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ളതാണ് ഗൂഗിൾ വർക്ക് സ്പേസ്. അപ്പൊ അതിനകത്തുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഗൂഗിൾ keep.google.com. അപ്പൊ അത് അതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് മൊബൈൽ ആപ്പ് ഉണ്ട്, വാട്സാപ്പ് പോലുള്ള മൊബൈൽ ആപ്പ് ഉണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നോട്ടുകളെല്ലാം, നോട്ട് എഴുതാൻ ഗൂഗിൾ കീപ്പ് ഇപ്പൊ ഉണ്ടാകും. ജെമിനിയിൽ പോയിട്ട് നമ്മൾ പറഞ്ഞാൽ മതി, തയ്യാറാക്കി തരും. ഓക്കെ, അതായത് നമുക്ക് നോട്ട് വയ്ക്കുന്ന നമുക്ക് കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി, ഓർത്തെടുക്കാൻ വേണ്ടി. പലതും നമ്മൾ മറന്നു പോകും. ചിലപ്പോ നമുക്കൊരു ക്ലാസ് എടുക്കാൻ പോകണം, ഒരു നോട്ട് തയ്യാറാക്കി വെക്കണം, അത് ഗൂഗിൾ കീപ്പിൽ തയ്യാറാക്കി. ജെമിനിയിൽ സാർ ഇപ്പം പറഞ്ഞതുപോലെ വോയിസ് മെസ്സേജ് കൊടുത്തിട്ട്, വോയിസ് മെസ്സേജ് അല്ല, ഞാൻ വോയിസ് ടു ടെക്സ്റ്റ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാം, ടെക്സ്റ്റ് ആക്കുക. വോയിസ് മെസ്സേജ് ഞാൻ വോയിസ് ടു ടെക്സ്റ്റ് ആണ് ആക്കുന്നത്. ഓക്കെ, അത് ഞാൻ ഒന്ന് ഞാൻ കാണിച്ചു തരാം, അപ്പൊ കുറച്ച് ക്ലിയർ ആവും. അല്ല സാർ, എന്റെ സംശയം, അപ്പൊ നമ്മള് ഇത് ഗൂഗിൾ കീപ്പില് സേവ് ചെയ്യണം എന്ന് നമ്മൾ പറയണോ? അതെ, പറയണം. അതാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ നമ്മളൊരു സ്റ്റോപ്പ്. ജെമിനിയില് നമ്മൾ പറയാം, ഞാൻ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. എനിക്കിന്ന് കടയിൽ നിന്ന് വാങ്ങേണ്ട സാധനങ്ങളാണ്: പഞ്ചസാര 5 കിലോ, അരി 10 കിലോ, ടൂത്ത് പേസ്റ്റ് 2 എണ്ണം, മഞ്ഞൾപ്പൊടി 250 ഗ്രാം, മുളക് പൊടി 250 ഗ്രാം. ഇതെല്ലാം ഗൂഗിൾ കീപ്പിൽ ഒന്ന് സേവ് ചെയ്യണം. മലയാളത്തിലാണ്. ഞാൻ ഒന്ന് ട്രൈ. ജെമിനി ഉണ്ടല്ലോ അവിടെ ഒന്ന്. ഓക്കെ, ജെമിനിയില് ഞാൻ നമ്മുടെ പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്ത് ഞാൻ
അതാ ഗൂഗിൾ കീപ്പിൽ അതായി കഴിഞ്ഞു. ഗൂഗിൾ ഇതാ നിങ്ങൾ പറഞ്ഞ സാധനങ്ങളെല്ലാം ഗൂഗിൾ കീപ്പിൽ വാങ്ങേണ്ട സാധനങ്ങൾ എന്ന പേരിൽ ഒരു ലിസ്റ്റ് ആയി സേവ് ചെയ്തിട്ടുണ്ട് എന്ന് ജെമിനി പറയാണ്. ഇനി നമുക്ക് ഗൂഗിൾ കീപ്പിൽ ഇതൊന്ന് നോക്കാം വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഇത് തൽക്കാലം ഇന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഗൂഗിൾ കീപ്പ് നോക്കാം. വാങ്ങേണ്ട സാധനം അത് വളരെ സെറ്റപ്പ് ആയിട്ട് അത് സേവ് ചെയ്ത് തന്നു. അതാ വാങ്ങേണ്ട സാധനങ്ങൾ: പഞ്ചസാര 5 കിലോ, അരി 10 കിലോ, ടൂത്ത് പേസ്റ്റ് 2 എണ്ണം, മഞ്ഞൾപ്പൊടി 200. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് പോലെയല്ല, അതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ആക്കി തന്നു. ഓക്കെ, നമ്മള് ധാരാളം AI ടൂളുകളൊക്കെ നമ്മൾ ഇതുവരെ നോക്കിപ്പോയി. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും ഒക്കെ എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പറയുന്നത്. നേരത്തെ പിന്നെ വാട്സാപ്പിന്റെ കാര്യം പറഞ്ഞു. ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ നമ്മൾ വാട്സാപ്പിൽ പോണ്ട, നിങ്ങളുടെ ജെമിനിയിൽ പോയി ഇന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇന്ന കോണ്ടാക്റ്റിലേക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ മെസ്സേജ് തയ്യാറാക്കി അയക്കും, കാര്യം പറഞ്ഞാൽ മതി. ഇനി നമ്മൾ രണ്ടാമത് നമ്മൾ നോക്കിയത് പുതിയൊരു സാധനം keep.google.com. അതിന്റെ മൊബൈൽ ആപ്പ് ഉണ്ട്, അത് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുന്നു, ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നു. പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കടയിൽ പോയി ഗൂഗിൾ കീപ്പ് എടുത്താൽ മതി, ഇത് അവിടെ തന്നെ കിടക്കും, മാഞ്ഞൊന്നും പോലും. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന കാലം വരെ അത് അവിടെ കിടക്കും. നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങള്, ഓർമ്മിച്ചു വെക്കേണ്ട കാര്യങ്ങൾ, നോട്ട് എല്ലാം നമുക്ക് ഇതുപോലെ. നമ്മള് ജെമിനിയില് ഒരു കാര്യം നോക്കിയ കാര്യം ജെമിനി തന്നെ ഓൾറെഡി സേവ് ചെയ്ത് കിടക്കും. അതിനെ നോട്ടാക്കി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ കീപ്പില് നോട്ടാക്കി വെക്കാം. ഓക്കെ, നോട്ട് പോലെ നമുക്ക് ഒരു നോട്ട് പോലെ അവിടെ ആയിട്ട് രേഖപ്പെടുത്തി വെക്കുന്ന രീതിയാണിത്. ഇനി നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്ത് അവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ കാണുന്ന 3 ബട്ടൺ. ഈ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിനെ നമ്മൾ ഓർമ്മപ്പെടുത്താനായിട്ട് റിമൈൻഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. എപ്പോഴും റിമൈൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിമൈൻഡ് ചെയ്ത് നാളെ എത്ര മണിക്ക് അത് തന്നെ റിമൈൻഡ് ചെയ്ത് തരും. അത് ഞാൻ ഇടയ്ക്ക് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കാത്തത്. അപ്പൊ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി, അത് പോയി. ഓക്കെ, മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ഇത് ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ മൊബൈൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടെ പറയുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ കീപ്പ് എന്ന് നോക്കിയാൽ മതി. ഗൂഗിൾ കീപ്പിന്റെ ഒരു മഞ്ഞ ബൾബ് വരും, ബൾബിന്റെ ലോഗോ വരുന്നതാണ്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാവർക്കും അറിയാം. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ കീപ്പായി. ഇനി നമുക്ക് ഇതിനകത്ത് നോട്ട് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ കീപ്പിൽ നമുക്ക് നോട്ടൊക്കെ തയ്യാറാക്കാം, അത് വേറെ കാര്യം. ഇനി ഏറ്റവും എളുപ്പമായ മാർഗം, നമ്മൾ എന്താണോ ഏത് കാര്യമാണോ ഓർത്തിരിക്കേണ്ടത് ആ കാര്യം നമ്മൾ ഗൂഗിൾ കീപ്പില് നമ്മുടെ പുതിയ ബാച്ചിലുള്ള ആൾക്കാരെ ഗൂഗിൾ കീപ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പഴയ ബാച്ചുകാർക്ക് അത് കിട്ടിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഗൂഗിൾ കീപ്പില് ജെമിനി ഇന്റഗ്രേറ്റഡ് ആയിരുന്നില്ല. അപ്പോ ഗൂഗിൾ കീപ്പില് നമ്മള് പറയുന്ന കാര്യങ്ങൾ നോട്ടായി രേഖപ്പെടുത്തുന്നു. അതിനകത്ത് കീപ്പ് പഠിപ്പിച്ചപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തും, റിമൈൻഡ് ചെയ്യും, നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നിങ്ങൾക്ക് 10-ാം തീയതി അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം 15-ാം തീയതിയിൽ ഒരു കാര്യമാണ് നോട്ടാക്കി വെക്കുന്നതെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് ഇതിനകത്ത് റിമൈൻഡ് ചെയ്യാം. ഗൂഗിൾ കീപ്പിന്റെ നോട്ടിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലാസ് പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പൊ നിങ്ങളെ രാവിലെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും, ഇന്നാണ് ഇന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്, ഇന്നാണ് ഇന്ന ക്ലാസ് എടുക്കേണ്ടത്, ആ ക്ലാസിന്റെ കണ്ടന്റ് ഇതാണ് എന്ന്. ഗൂഗിൾ കീപ്പിന് വേറൊരു ജിയോഗ്രഫിക്കൽ സാധനം കൂടി ഉണ്ട്. നമ്മള് സാധനം വാങ്ങാൻ പോകുന്നു, ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സമയബന്ധിതമായി ഓർമ്മപ്പെടുത്തും. അതല്ല എങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ചാലയിൽ നിന്നൊരു സാധനം വാങ്ങണം, ചാലയിൽ എപ്പോഴെത്തും നമുക്കറിയാൻ അറിയില്ല. അപ്പോ ചാലയിൽ എത്തുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ ബെല്ല് വരും.
അതും ഇതിനകത്തുണ്ട്. അതെല്ലാം ഞാൻ നമ്മുടെ ആ നോട്ടിനകത്തുണ്ട്. ഒന്ന് നോക്കുക. നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് ഒന്നുകൂടി വിശദീകരിക്കാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഗൂഗിൾ കീപ്പ്. അല്ല ഏറ്റവും പ്രധാനം ഈ നോട്ട് തയ്യാറാക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണും. അപ്പൊ ഞാൻ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ. ഇതിനകത്ത് ക്ലിയർ ആയോ? അടുത്തതിലേക്ക് പൊയ്ക്കോട്ടെ. പൊയ്ക്കോട്ടോ. യെസ്. അപ്പൊ ഞാൻ ഇനി നമുക്ക് അല്പം ഒരു ഡിസൈനിങ് കാര്യമാണ്. ഈ പോസ്റ്ററൊക്കെ തയ്യാറാക്കുമ്പോൾ വളരെ നമ്മൾ ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ChatGPTയും ജെമിനിയും എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മിക്കവാറും ഈ ഒരു കമ്പ്യൂട്ടർ ലിറ്ററസി ഒക്കെ ഉള്ള ആൾക്കാർ അവിടെ എല്ലാം ഫോണിൽ ഈ സാധനമുണ്ട്. ഇത് വെച്ച് പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം മിക്കവാറും ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് എല്ലാവരും ഇപ്പോ ഇത് ഉപയോഗിച്ച് പോസ്റ്ററുകൾ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മുടെ വാട്സാപ്പിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഫേസ്ബുക്കിലായാലും ഒരു പോസ്റ്ററൊക്കെ ഇതൊക്കെ കണ്ട് നമ്മൾ മടുത്തു. അപ്പൊ ഒരു പോസ്റ്റർ കണ്ടെന്ന് നമ്മൾ വായിക്കാനൊന്നും ശ്രമിക്കില്ല. മുമ്പ് അങ്ങനെയല്ല. വളരെ അപൂർവമായിട്ട് ടെക്സ്റ്റ് മെസ്സേജുകൾ മാത്രം വരുന്നു. അപ്പോൾ ആണ് ഒരു പോസ്റ്റർ കാണുന്നത്. അപ്പൊ നമ്മൾ പോസ്റ്ററിലേക്ക് നമ്മൾ ശ്രദ്ധിക്കും. നമുക്കിഷ്ടമുള്ള വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ആണെങ്കിൽ അത് നമ്മൾ വായിക്കും. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ നിരന്തരം പോസ്റ്ററുകൾ തയ്യാറാക്കി വാട്സാപ്പിലൊക്കെ ഇടുന്നതുകൊണ്ട് നമ്മൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഈ പോസ്റ്ററുകൾ ഒന്ന് ശ്രദ്ധിക്കാത്തതിന്റെ കാരണം ഇത് AI തയ്യാറാക്കിയതാണ് എന്ന് AI അറിയാവുന്ന AI ലിറ്ററസി ഉള്ള ആൾക്കാർക്കും അറിയാം. ഇത് AI തയ്യാറാക്കിയത്. ചിലപ്പോ ഈ പോസ്റ്റർ ഉണ്ടാക്കിയ ആൾ തന്നെ അത് വായിച്ചിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അതെങ്കിലും നെഗ്ലക്ട് ചെയ്യും. അതേസമയം വളരെ ഗംഭീരമായ രീതിയിൽ കാലിയോഗ്രാഫി ചെയ്ത് ടൈപ്പോഗ്രാഫി ചെയ്ത് ഉള്ള പോസ്റ്ററുകളൊക്കെ വരികയാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചതായിരിക്കും. അപ്പൊ കാലിയോഗ്രാഫിയും ടൈപ്പോഗ്രാഫിയും ഒക്കെ ഈ അടുത്ത കാലത്ത് ചെയ്യാൻ ChatGPTക്ക് പറ്റും, ജെമിനിക്കും പറ്റും. അതായത് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. അത് ഏതാണ്ട് ശരിയായി വരികയാണ്. ഇപ്പോൾ പഴയ ക്ലാസ്സിലൊക്കെ ഈ നമുക്കിപ്പോൾ 1,000 AI ടൂളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ടൂളുകളെല്ലാം ഏതാണ്ട് ഇനിയൊരു 3-4 വർഷം കൂടിയൊക്കെ കാണും. അത് കഴിഞ്ഞാൽ ഒരു 3-4 ടൂളുകളെ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം മൺമറഞ്ഞു പോകും. കാര്യം ഈ കുത്തകകൾ ജെമിനിയും മെറ്റയും കോപ്പൈലറ്റും ChatGPTയും ഒക്കെ എല്ലാ സേവനങ്ങളും അതിനകത്ത് നൽകുന്നുണ്ട്. ഇപ്പോ ജെമിനിയിൽ തന്നെ നമുക്ക് പാട്ടുണ്ടാക്കാം. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മുടെ അവതാർ, നമ്മുടെ തന്നെ ഒരു സ്റ്റുഡന്റ് ഒരു അവതാറിൽ ഒരു കാര്യം ചെയ്ത് ഒരു ഗംഭീര ഒരു സാധനം ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആള് നമ്മുടെ ക്ലാസ്സിലുണ്ടോ ഇന്ന്? അതായത് പിന്നെ നിങ്ങളുടെ ഒരു പടം എടുത്തു കൊടുത്തിട്ട് അതിനെ ഒരു അവതാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെപ്പോലെ ഇരിക്കുന്ന ഒരു സാധനം നിങ്ങൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഫോട്ടോ കൊടുത്ത് അവതാരം ക്രിയേറ്റ് ചെയ്യുക. അവതാർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ നിങ്ങൾ പറയുന്നത് പോലെ. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവതാർ വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, അവതാറിന്റെ ക്ലാസ് എടുക്കും. അങ്ങനെയുള്ളൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇപ്പൊ ജെമിനിയിൽ വന്നിട്ടുണ്ട്. പാട്ട് ജെമിനിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കി വളരെ മനോഹരമായ പാട്ട്. വീഡിയോ ജെമിനിയിൽ അതിഗംഭീരം റിയലിസ്റ്റിക് വീഡിയോ ജെമിനിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ജെമിനിയും ChatGPTയും പിന്നെ കോപ്പൈലറ്റും ഒക്കെ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോൾ മറ്റ് ടൂളുകളിൽ തന്നെ അപ്രസക്തമായിക്കൊണ്ടിരിക്കുക. അത് പലതും ഇതിനകത്ത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്കിപ്പോ ഈ പോസ്റ്ററുകൾ തയ്യാറാക്കുമ്പോൾ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്ത് പോസ്റ്ററുകൾ തയ്യാറാക്കി ടൈപ്പോഗ്രാഫി മനോഹരമായ ഫോണ്ടുകൾ വെച്ച്, അതായത് ആകർഷകമായ കാലിയോഗ്രാഫിക് ഫോണ്ടുകൾ വെച്ച് നമുക്ക് പോസ്റ്ററുകൾ തയ്യാറാക്കാം. ഈ കാലിയോഗ്രാഫി എന്താണ്, ഈ ടൈപ്പോഗ്രാഫി എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടാത്ത 1-2 പേരെങ്കിലും ഉണ്ടാവും.
അവർക്ക് വേണ്ടി ഞാൻ അതെന്താണെന്ന് കൂടെ ഒന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അപ്പൊ ഇങ്ങനെ മനോഹരമായ കാരിയോഗ്രാഫി, ടൈപ്പോഗ്രാഫിയിലുള്ള വിവിധങ്ങളായ മാതൃകകൾ സൗജന്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇടമുണ്ട്. അതിന് ഇൻ പിൻട്രസ്റ്റ് എന്ന് പറയും. ഇൻ പിൻട്രസ്റ്റ്, അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. ഇൻ പിൻട്രസ്റ്റ്. അപ്പൊ ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് പോയി നിങ്ങൾ ലോഗിൻ ചെയ്യണം. നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്ത് അതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് അതിനകത്ത് കയറാം. അപ്പൊ അതിനകത്ത് നമുക്ക് എല്ലാ മനോഹരമായ ഡിസൈനുകൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന എന്താ, ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയോ ഒരു പോസ്റ്ററിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഇതിനൊക്കെ വേണ്ടി ഇതില് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ വളരെ നമ്മളെ പ്രതീക്ഷിക്കത്തുള്ള സാധനമൊന്നും കാണില്ല. കുറേയൊക്കെ നമ്മൾ നോക്കും. പക്ഷെ ഇത് നല്ല ഗംഭീരമായ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആവട്ടെ, ഫോണ്ടുകളാവട്ടെ, ടൈപ്പോഗ്രാഫി ആവട്ടെ, ഡിസൈൻ ആവട്ടെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇൻ പിൻട്രസ്റ്റിൽ സൗജന്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ആ വെബ്സൈറ്റില് നമ്മളിപ്പോ തൽക്കാലം ടൈപ്പോഗ്രാഫിയിൽ ആണ് ഞാൻ നോക്കുന്നത്. ഇൻ പിൻട്രസ്റ്റിലെ ടൈപ്പോഗ്രാഫിയാണ്. പലതരത്തിലുള്ള അപ്പൊ ഇതേ മോഡൽ അക്ഷരത്തിൽ, ഇതേ കളറിൽ, ഇതേ രൂപത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നാണ് ഞാൻ നോക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം പറയാമോ? ഏതെങ്കിലും ഒരു സാധനം, ആ വാക്ക് പറഞ്ഞാൽ മതി. അതേ മാതൃകയിൽ ഫ്ലവർ ഷോ. എന്താണ് ഫ്ലവർ ഷോ? ഫ്ലവർ ഷോ എവിടെ? ഫ്ലവർ ഷോ എവിടെ വന്ന്? ഇവിടെ വന്നോ ഫ്ലവർ ഷോ? അല്ല, ഇതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം തെരഞ്ഞെടുക്കണം. ഏതാണ് ഇതൊന്ന് വായിച്ചു നോക്കൂ. ഫ്ലവർ ഷോ ഞാൻ ഇവിടെ കണ്ടില്ല. ഫ്ലവർ ഷോ നമുക്ക് ചെയ്യാം, ഇതേ രീതിയിൽ ചെയ്യാം. അപ്പൊ ഇതിലാദ്യം ഏത് മോഡൽ എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് ഏത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് പറയൂ. കുടുംബസംഗമം. കുടുംബസംഗമം എവിടെ കിടക്കുന്നു? ഒന്നോ കുടുംബസംഗമം അല്ലെ? ഈ മോഡൽ അതൊരു രസമല്ല, വേറൊന്നും പറയും. അത് ഏകാന്തത. എന്ത് ഏകാന്തത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? കുറച്ചുകൂടി നല്ല അടിപൊളി ഒരു രീതിയിൽ വരട്ടെ. സാറ് പറഞ്ഞതെല്ലാം വളരെ പക്വതമായ രീതിയിലുള്ളതാണ്. അതിന്റെ ഒരാളെ പറയൂ, ഇതിലേതെങ്കിലും ഒന്ന്. തുടക്കം എവിടെ? തുടക്കം ഉണ്ടോ? ഒരു വടക്കൻ സെൽഫി. ഒരു വടക്കൻ സെൽഫിയില് ഉള്ളത് അതുപോലെ ഇംഗ്ലീഷും കൂടെ വന്നാലേ അത് ഒരു റെഡിയാവുള്ളൂ. നിങ്ങൾ പറയുന്നത് ഞാൻ ഒഴിവാക്കുന്നതല്ല. മഴത്തൊരു ചായ കുടിക്കാം അല്ലെ? മഴയത്തൊരു ചായ കുടിക്കാം. എന്നുള്ളത് പറഞ്ഞതാ, മഴയത്തൊരു ചായ കുടിക്കാം. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം മഴയത്തൊരു ചായ കുടിക്കാം. ഇതിനെ നമ്മൾ സ്നിപ്പ് ചെയ്തെടുക്കുക. സ്നിപ്പിങ് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു. സ്നിപ്പിംഗ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനാണ് നമ്മൾ സ്നിപ്പിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തു, സ്നിപ്പ് ചെയ്തു. ഞാൻ ഈ ചായ കുടിക്കാന്നുള്ള, മഴയത്തൊരു ചായ കുടിക്കാന്നുള്ള സ്നിപ്പ് ചെയ്തു. എന്നിട്ട് ഞാനിത് സേവ് ചെയ്തു. സേവ് ഇമേജ് 1 2 3 IM103 ഞാൻ സേവ് ചെയ്തു. ഓക്കെ. ഇനി ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമുക്ക് ഇതിനെ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ നേരെ ചാറ്റ് GPT പോവുകയാണ്.
നമുക്ക് ആ മഴയത്തൊരു ചായ കുടിക്കാം എന്ന മാതൃകയില് നമുക്ക് ഇനി ഒരു വാക്ക്, നിങ്ങൾക്കൊരു പോസ്റ്ററിന്റെ അതിന് അതല്ല, അതേപോലെ വേറൊരു വാക്ക് ഉണ്ടാക്കണം. എന്താണ് ഒരു സെന്റൻസ് പറയും? ഒരു സെന്റൻസ് പറയും. ഒരു സെന്റൻസ്. തണുപ്പത്തൊരു കട്ടൻ കുടിക്കാം. എന്തേ? തണുപ്പത്തൊരു കട്ടൻ കുടിക്കാം. തണുത്തിട്ട് ഒരു കട്ടൻ കുടിക്കാം. തണുത്തൊരു കട്ടൻ കുടിക്കുക അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോ തണുത്തിട്ടൊരു കട്ടൻ അതുപോലെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ എന്റെ ഒരു ഞാനൊരു ഒരു പ്രോംപ്റ്റ് സേവ് ചെയ്ത് വെച്ചിരുന്നത് നഷ്ടപ്പെട്ടു. അപ്പൊ ഇനി പ്രോംപ്റ്റ് ഇവിടെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നമ്മുടെ ടൈപ്പോഗ്രാഫി ഉണ്ടാക്കണം. ഈ ടൈപ്പോഗ്രാഫി ഉണ്ടാക്കാൻ ഒരു പ്രോംപ്റ്റ് വേണം. ആ പ്രോംപ്റ്റ് ആണ് നമ്മൾ ആദ്യം ഒന്ന് ഉണ്ടാക്കേണ്ടത്. അതായത് നമ്മളൊരു മാതൃക കൊടുക്കുന്നു, ആ മാതൃകയിലെ വാക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വാക്കിനെ ടൈപ്പോഗ്രാഫി ആക്കുക. അതിനു വേണ്ടി ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കി തരിക. അങ്ങനെ അതിനൊരു പ്രോംപ്റ്റ് തയ്യാറാക്കിയിട്ട്, ആ പ്രോംപ്റ്റ് ഇംഗ്ലീഷിലായിരിക്കും എങ്കിലേ അത് ഗംഭീരമാകാൻ പറ്റുള്ളൂ. ആ പ്രോംപ്റ്റ് തയ്യാറാക്കിയിട്ട് ആ പ്രോംപ്റ്റ് വെച്ചാണ് നമുക്ക് ഇത് തയ്യാറാക്കേണ്ടത്. അപ്പൊ പ്രോംപ്റ്റ് തയ്യാറാക്കാനായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കാൻ അതിന്റെ നമ്മൾ ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കിയാണ്. എനിക്ക് മലയാളത്തിൽ ടൈപ്പോഗ്രാഫി ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മാതൃക വെച്ച് ഞാൻ നൽകുന്ന വാക്കിനെ ടൈപ്പോഗ്രാഫി ആക്കി തയ്യാറാക്കി തരണം. മലയാളത്തിലാണ് ചെയ്യേണ്ടത്. അക്ഷരത്തെറ്റുകൾ ഉണ്ടാവരുത്. മാതൃകയ്ക്ക് പൂർണ്ണമായിട്ടും സമാനമായ രീതിയിൽ വേണം ടൈപ്പോഗ്രാഫി ചെയ്യാൻ. അങ്ങനെ ഒരു ടൈപ്പോഗ്രാഫി ചെയ്യുന്നതിന് വേണ്ടി ഡീറ്റെയിൽഡ് ആയ ഒരു പ്രോംപ്റ്റ് ഇംഗ്ലീഷിൽ തയ്യാറാക്കി തരിക. അപ്പൊ ആദ്യം നമ്മൾ പ്രോംപ്റ്റ്, എനിക്ക് മലയാളത്തിൽ ടൈപ്പോഗ്രാഫി ചെയ്യണം എന്നൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മാതൃക വെച്ച് ഞാൻ നൽകുന്ന വാക്കിനെ ടൈപ്പോഗ്രാഫി ആക്കിത്തരണം. ടൈപ്പോഗ്രാഫി എന്നുള്ളത് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുക്കാം. ക്ലാസ്സില് അത്യാവശ്യമാണ്. ശരി ശരി. ടൈപ്പോഗ്രാഫി ആക്കി മലയാളത്തിലാണ് ചെയ്യേണ്ടത്. അക്ഷരത്തെറ്റുകൾ ഉണ്ടാവരുത്. മാതൃകയ്ക്ക് പൂർണ്ണമായും സമാനമായ രീതിയിൽ വേണം ടൈപ്പോഗ്രാഫി ചെയ്യാൻ. അങ്ങനെ ഒരു ടൈപ്പോഗ്രാഫി ചെയ്യുന്നതിന് വേണ്ടി ഡീറ്റെയിൽ ആയ ഒരു പ്രോംപ്റ്റ് ഇംഗ്ലീഷിൽ തയ്യാറാക്കി തരിക. അപ്പൊ നമ്മള് ആദ്യം ടൈപ്പോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കിയാണ്. പ്രോംപ്റ്റിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നു. പ്രോംപ്റ്റ് തയ്യാറാക്കി. ഈ പ്രോംപ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഇൻസർട്ട് മലയാളം ടെക്സ്റ്റ് ഹിയർ എന്നുള്ള കണ്ടോ?
ഇൻസർട്ട് മലയാളം ടെക്സ്റ്റ്. ഇവിടെയാണ് നമ്മൾ ഈ പ്രോംപ്റ്റിനെ നമ്മൾ കോപ്പി ചെയ്യുന്നു. പ്രോംപ്റ്റിനെ കോപ്പി ചെയ്യാൻ എന്ത് ചെയ്യണം? പ്രോംപ്റ്റിനെ കോപ്പി ചെയ്യാൻ ഇവിടെ ഒരു കോപ്പി ബട്ടൺ ഉണ്ട്. ഈ കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോംപ്റ്റ് കോപ്പിയായി. ആ പ്രോംപ്റ്റിനെ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഇൻസർട്ട് മലയാളം ടെക്സ്റ്റ് ഹിയർ. ഇവിടെ നമ്മൾ മലയാളം ടെക്സ്റ്റ് നമ്മൾ എന്താ തണുപ്പത്തൊരു കാപ്പി എന്താ ഒരു വാക്ക് പറഞ്ഞല്ലോ, ഒരു വാക്ക് പറഞ്ഞില്ലേ തണുപ്പത്ത്? ആരാണെന്ന് പറഞ്ഞത്? തണുപ്പത്തൊരു കട്ടൻ കാപ്പി കുടിക്കാം. തണുപ്പത്തൊരു കട്ടൻ കാപ്പി കുടിക്കാം. തണുപ്പത്ത് ഒരു കട്ടൻ കാപ്പി കുടിക്കാം. തണുപ്പത്തൊരു കട്ടൻ കാപ്പി കുടിക്കാം. ആ പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ട് എവിടെ കൊടുക്കുന്നു? ഇൻസർട്ട് മലയാളം ടെക്സ്റ്റ് ഹിയർ എന്നുള്ള സ്ഥലത്ത് നമ്മൾ തണുപ്പത്തൊരു കട്ടൻ കാപ്പി കുടിക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ മാതൃക നമുക്ക് അപ്ലോഡ് ചെയ്യണ്ടേ? ഇവിടെ പ്ലസ് ബട്ടണില് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത മാതൃക മഴയത്തൊരു ചായ കുടിക്കാം എന്നുള്ള ആ മാതൃക ഇവിടെ നമ്മൾ കൊടുത്തു. എന്നിട്ട് അപ്ലോഡ് ബട്ടൺ കൊടുക്കുന്നു. നമ്മൾ തയ്യാറാക്കിയ പ്രോംപ്റ്റ് ഉണ്ടല്ലോ, അത് സ്ഥിരമായിട്ട് സൂക്ഷിച്ചു വയ്ക്കാം. ആ പ്രോംപ്റ്റിനെ എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റിനെ എടുത്ത് വെച്ചിട്ട് എന്താണോ നമുക്ക് ടൈറ്റിൽ ആയിട്ട് ഉണ്ടാക്കേണ്ടത്, കാലിയോഗ്രാഫി ചെയ്യേണ്ടത്, ആ സമയത്ത് ആ ടെസ്റ്റ് ഹിയർ എന്നുള്ള സ്ഥലത്ത് അത് വെച്ചാൽ മതി. നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയതേ ഉള്ളൂ. പങ്കേഷ് സാറേ ഇത് നിങ്ങൾക്ക് ഭയങ്കര പ്രയോജനമല്ലേ? പിന്നെ അതെല്ലാം നമ്മള് നാളെ മുതൽ പ്രയോഗിക്കാതിരിക്കുകയാണ്. നോക്കാം എങ്ങനെ വരുമെന്ന്. തണുപ്പത്ത് ഇൻ പിൻട്രസ്റ്റ് നമുക്കൊന്നുകൂടെ നോക്കണം. ഇത് ഒന്ന് ലാസ്റ്റ് ടേക്ക് എടുക്കുകയാണ്. ലാസ്റ്റ് ടേക്ക്. നമ്മള് 34 പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ പവർ കട്ട് സമയം ഇതുള്ള ആരെങ്കിലും ഉണ്ടോ ഇപ്പോ? വന്നില്ലേ? അതാ തണുപ്പത്ത് ഒരു കട്ടൻ കാപ്പി കുടിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട? നമുക്ക് ഇത് ഏത് മോഡൽ സാധനം നന്നായിട്ടുണ്ട്. നന്നായിട്ട് നിങ്ങളിത് മാതൃക എടുത്തു കഴിഞ്ഞാൽ ആ മാതൃക അനുസരിച്ച് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോംപ്റ്റ്. ഞാൻ അങ്ങോട്ട് അയച്ചു തരാം നിങ്ങൾക്ക്. ആ പ്രോംപ്റ്റിൽ ആ ഇൻസർട്ട് മലയാളം എന്നുള്ള ഭാഗത്ത് എടുത്ത് അയച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പ്രോംപ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രോംപ്റ്റ് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോംപ്റ്റ് ശരിയായില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ ഇത് നിങ്ങള് വഴിയില് ബസ് യാത്രയിൽ പോകുമ്പോ ഒരു അതിഗംഭീരമായ ഒരു പോസ്റ്റർ കണ്ടു. ആ പോസ്റ്ററിന്റെ ഒരു ഫോട്ടോ എടുത്താൽ മതി. അതുപോലത്തെ ഒരു സാധനം നിങ്ങൾ ചെയ്യാം. ഓക്കെ. അപ്പോ ഇത് നിങ്ങളുടെ ഡിസൈനിൽ ഇതെങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യം, നിങ്ങൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്ന ആ പോസ്റ്ററിന്റെ ഡിസൈനിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ഇത് ഒരിക്കൽ കൂടെ പറയണോ?
ഇതിന്റെ സ്റ്റെപ്പ് ഒരിക്കൽ കൂടെ പറയണോ? പറയണോ സർ? പറയണമല്ലോ. അതെ. ഇത് റെക്കോർഡഡ് ക്ലാസ് നമുക്ക് ഗ്രൂപ്പിൽ ഇടൂലേ? ഇടും. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഇതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു മാതൃക കണ്ടെത്തുക എന്നതാണ്. ടൈപ്പോഗ്രാഫിയുടെ മാതൃക കണ്ടെത്തുക. ഈ മാതൃക നിങ്ങൾക്ക് എവിടെ നിന്നാണോ കണ്ടെത്താം. പത്രത്തിൽ നിന്ന് വരുന്നൊരു നല്ലൊരു വനിതയില് അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസീനില് നിങ്ങൾക്ക് ഒരു നല്ലൊരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അതിനെ എടുത്തു വെക്കാം. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് മാതൃകയായി. അല്ലെങ്കിൽ മലയാളത്തിലെ ടൈപ്പോഗ്രാഫികളുടെ ഒരു ബണ്ടിലാണ് ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. മലയാളം ടൈപ്പോഗ്രാഫി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിൻട്രസ്റ്റിലേക്ക് ഞാൻ വരാം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അതിന്റെ ഒരു മാതൃകയായ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നു, ഒരു സ്നിപ്പ് ചെയ്തെടുക്കുന്നു, അത് മാറ്റി വയ്ക്കുന്നു. 2 സിമ്പിളാ, 2 സ്റ്റെപ്പേ ഉള്ളൂ. ഇതിനൊരു പ്രോംപ്റ്റ് ഉണ്ട്. ഞാൻ ഈ പ്രോംപ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ആ പ്രോംപ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഇൻസർട്ട് മലയാളം എന്ന് പറയുന്ന ആ ഭാഗത്ത് നമ്മൾ ആ മാതൃക ഉപയോഗിച്ച് എന്താണോ ചെയ്യേണ്ടത് ആ സെന്റൻസ്, ആ വാക്ക് അതിനകത്ത് കൊടുക്കും. ഇത്രേ ഉള്ളൂ. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ ആ മാതൃകയിൽ നമുക്ക് പോസ്റ്ററുകൾ ഈ ടൈപ്പോഗ്രാഫി അല്ലെങ്കിൽ കാലിയോഗ്രാഫി ചെയ്ത് നമ്മളെ കണ്ടന്റ് തരും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പോ ഇനി ഞാൻ ഈ പറഞ്ഞു വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ആർക്കും AI ഉപയോഗിക്കാമെന്നുള്ള അവസ്ഥ വന്നപ്പോ ഇഷ്ടംപോലെ ഒരേ പാറ്റേണിൽ ഇപ്പൊ പങ്കജ സാറൊക്കെ പിന്നെ നിരന്തരം ഇതിനകത്ത് പോസ്റ്റുകൾ ചെയ്തയക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഒരേ പാറ്റേൺ ആണ്. അങ്ങനെയുള്ള ഒരേ പാറ്റേണിൽ ഒരു മഹാൻ ശ്രദ്ധിക്കില്ല. അപ്പൊ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അല്പം വ്യത്യസ്തമാകാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സാധാരണ രീതിയിൽ ChatGPT-യിലോ ജെമിനിയിലോ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാം ഒരേ പാറ്റേൺ ആണ്. അപ്പൊ വ്യത്യസ്തമായ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുക്കാം, വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, ചിത്രങ്ങൾ കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള വളരെ ആകർഷകമായ കാര്യങ്ങൾ കിട്ടുന്ന ഒരിടമാണ് ഇവിടെ പിൻട്രസ്റ്റ്. അവിടെ പിൻട്രസ്റ്റിൽ പോയിട്ട് അവിടെ നിങ്ങളുടെ മെയിൽ ID കൊടുത്ത് അത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്താലേ നമുക്ക് അതിനകത്തോട് കയറാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ഓപ്പൺ അല്ല. അത് ലോഗിൻ ചെയ്ത് കയറേണ്ട ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ പിൻട്രസ്റ്റ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്നാണ് നമ്മൾ മാതൃക കണ്ടെത്തേണ്ടത്. നിങ്ങളുടെ പരിപാടിക്ക് യോജിച്ച, നിങ്ങളുടെ കാഴ്ചപ്പാടിന് യോജിച്ച ആൾക്കാരുടെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ കണ്ടെത്തും. അപ്പൊ നമ്മൾ പിൻട്രസ്റ്റിലേക്ക് ഒന്നുകൂടെ ഞാനൊന്ന് പോവാം. അവിടെയാണ് ഇതിന്റെ കാര്യം ഇരിക്കുന്നത്. മാതൃക എവിടെയാണ് എന്നുള്ളത്. സാർ ആ വാക്ക് എന്തോന്ന് സാർ? ആ വാക്ക് pinterest.com. ഞാൻ ഇട്ടുതരാം, നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ. ഷെയർ. ഇതാണ് ഒരു പിയും ഇതാണ് അതിന്റെ ഒരു ലോഗോ. പിൻട്രസ്റ്റ് IN കൂടെ വരും, IN. അപ്പൊ ഇവിടെ ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കുക. നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് അതങ്ങ് നോക്കാം. ഇത് ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് ഈ സെർച്ച് ബട്ടൺ. ഈ സെർച്ച് ബട്ടണിലാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. നമുക്ക് എന്താണോ നമ്മൾ തിരക്കേണ്ടത്. നമ്മളിവിടെ മലയാളം ടൈപ്പോഗ്രാഫി കൊടുത്തപ്പോഴാണ് അത് കാണുന്നത്. ഇനി നിങ്ങൾ ഒരു ചക്കയും അല്ലെങ്കിൽ എന്തെങ്കിലും മാങ്ങയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. അപ്പൊ മാംഗോ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടത്തുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസിന്റെ ഒന്ന് നോക്കാം. ബാക്ക്ഗ്രൗണ്ട്സ് ഫോർ വെജിറ്റബിൾസ്. ഒരു വെജിറ്റബിൾ കട, ബാക്ക്ഗ്രൗണ്ട്സ് വെജിറ്റബിൾസ്.
വെജിറ്റബിൾ ബാക്ക്ഗ്രൗണ്ട് വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മാത്രം കൊടുക്കാം. വെജിറ്റബിൾസ്. അപ്പൊ വെജിറ്റബിൾസിന്റെ ഇപ്പൊ വെജിറ്റബിൾ കട തുടങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ ഒരു പ്രോസസ് ചെയ്യുന്ന ആളിന് വെജിറ്റബിളുമായിട്ട് റിലേറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പോ നമ്മളെ പങ്കേഷ് സാറ് ജാക്ക് ഫ്രൂട്ടിലാണ് നിൽക്കുന്നത്. ജാക്ക് ഫ്രൂട്ടുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും. നമുക്ക് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് ജാക്ക് ഫ്രൂട്ട്. അതുകൊണ്ട് എൻ്റെ അമ്മ ഇപ്പൊ ചക്കയുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുകൾ ചക്ക ചിപ്സാ, ഇതിന് കാക്കത്തൊള്ളായിരം സാധനം ഇങ്ങനെ വരും, അടിപൊളി സാധനങ്ങൾ. അപ്പൊ ഓക്കെ, പങ്കേഷ സാറേ സാർ, എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ കൊടുത്ത പ്ലാവും ഒക്കെ അതിനകത്തുണ്ട് ഇപ്പോ. അതെല്ലാം വരും. ആര് കൊടുത്ത പ്ലാവും ചക്കയും എല്ലാം കാണും. ചക്ക, പഴം ഒക്കെ വരും. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സാധനമാണെങ്കിൽ ഇത് അടിപൊളി ഒരു സാധനമാണ്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു പടം ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു പടങ്ങൾ ഉണ്ട്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ സമാനമായ ഇപ്പൊ ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റിവലിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത്. ഇത് ചക്കയ്ക്കുള്ള പരിപാടിക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ചക്കച്ചളയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്ത് നമുക്ക് എഴുതാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ഇവിടെ നമ്മൾ സ്കിപ്പ് ചെയ്തെടുക്കാം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റ് സമാനമായ ബാക്ക്ഗ്രൗണ്ടുകളും വരും. അതുമായി ബന്ധപ്പെട്ട സമാനമായ ബാക്ക്ഗ്രൗണ്ടുകളും വരും. ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഇവിടെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വരും. ഇതുമായി റിലേറ്റ് ചെയ്താണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി റിലേറ്റ് ചെയ്ത് അടുത്ത വരും. അങ്ങനെ നമുക്ക് ഈ സാധനം ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങ് സേവ് ചെയ്തെടുത്താൽ മതി. ചക്കയല്ല, മണത്തുള്ളിയാണ് അല്ലേ? ഓക്കെ. അപ്പോ ബാക്ക്ഗ്രൗണ്ട് പോലെ ഇനി ഫോണ്ട് ടൈപ്പോഗ്രാഫി, മലയാളം ടൈപ്പോഗ്രാഫി, ഇംഗ്ലീഷ് ടൈപ്പോഗ്രാഫി. ഇംഗ്ലീഷിൽ ഒരു കടയുടെ പേര് കൊടുക്കണം. എന്തുമായി റിലേറ്റ് ചെയ്തിട്ടാണ്? ഷോപ്പ്. ഇംഗ്ലീഷ് ടൈപ്പോഗ്രാഫി ഫോർ ഷോപ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കടയുടെ പേര്, കടയ്ക്ക് പറ്റിയ പേരുള്ള ഇംഗ്ലീഷ് ടൈപ്പോഗ്രാഫി ഫോർ ന്യൂസ് പേപ്പർ ഹെഡിങ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ്. നോക്കാൻ നമുക്ക് അങ്ങനെ വല്ലതും കിട്ടുമെന്നുള്ള കാര്യം. നമ്മൾ എന്താ ഇവിടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, ഒന്ന് എന്റർ കീ കൊടുക്കുന്നു. അടിപൊളി. എന്തിട്ട് ചോദിച്ചാലും കിട്ടും. ന്യൂസ് പേപ്പറുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് ടൈപ്പോഗ്രാഫി അതിനകത്ത് ടൈപ്പോഗ്രാഫി ഫോർ എന്തെങ്കിലും കട, എന്തെങ്കിലും ഒരു കട എന്തെങ്കിലും തുടങ്ങാൻ പരിപാടി ഉണ്ടോ? ബോർഡ് ആരെങ്കിലും ഒന്ന് പറയൂ, ഉള്ളതോ? അത് വെച്ച് നോക്കാം. ലൈവ് ആവണമെന്നുണ്ടല്ലോ. കറണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിന്റെയോ കടയുടെയോ താങ്കളുടെ വീഡിയോ പോസ് ചെയ്തിരിക്കുകയാണ്. എന്ത് കേട്ടില്ല? ഒന്നുകൂടെ പറയൂ. ഹലോ, ആരൊരാൾ പറഞ്ഞിട്ട് പൂർത്തിയാക്കിയില്ല. ഹലോ, വീഡിയോ സ്റ്റക്ക് ആയിരിക്കുന്നു. വീഡിയോ സ്ട്രക്ക് ആയിരിക്കുന്നു.
അപ്പൊ സാറിന്റെ ഫോണിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. അതൊന്ന് റിഫ്രഷ് ചെയ്താൽ മതി. ഒരു സ്ഥാപനത്തിന്റെ കടയുടെയോ പ്രോഗ്രാമിന്റെ എന്തെങ്കിലും പ്രോഗ്രാമിന്റെ എക്കോ ഷോപ്പ് എക്കോ ഷോപ്പ് അല്ലെ, ടൈപ്പോഗ്രാഫി ഫോർ എക്കോ ഷോപ്പ്. നമുക്കൊന്ന് നോക്കട്ടെ, സെർച്ച് ചെയ്ത് നോക്കാം. ടൈപ്പോഗ്രാഫി ഫോർ എക്കോ ഷോപ്പ്. എക്കോ ഷോപ്പ്, എക്കോ ഷോപ്പ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, എക്കോ ഷോപ്പിന് ആവശ്യമായിട്ടുള്ള ടൈപ്പോഗ്രാഫി. അപ്പൊ ഇതേ പേരിൽ താങ്കളുടെ കടയുടെ പേര് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ കോപ്പി ചെയ്ത് കൊടുത്തിട്ട് ഇതേ മാതൃകയിലാണ് നിങ്ങളുടെ കടയുടെ പേര് വേണമെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്രീൻഷോട്ട് എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളുടെ കടയുടെ പേര് കൊടുക്കുന്നു. നിങ്ങളുടെ കടയുടെ പേര് അതുപോലെ വരും. ഒരു നമ്മളെ ആകെ നമ്മളെ ഏതെടുക്കട്ടെ എന്നുള്ള കണ്ടീഷനിലായി പോകും നമ്മൾ. അവസാനം ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ നോക്കി അതുമായി കണക്ട് ചെയ്തിട്ടുള്ളത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത കുറെ സാധനങ്ങൾ ഇങ്ങനെ വരും. ഇപ്പൊ നാച്ചുറൽ പ്രോഡക്റ്റ് ലോകമൊക്കെ ഉണ്ടാക്കുന്ന 100% ഓർഗ എന്ത് ഗംഭീര സാധനമായിരിക്കും എന്നറിയാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇൻ പിൻട്രസ്റ്റിൽ പോയി കഴിഞ്ഞാൽ റിസോഴ്സ് ഇഷ്ടം പോലെ. നമ്മളത് എടുക്കുന്നു, നമ്മുടെ കാര്യം പറയുന്നു, നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രോംപ്റ്റിന്റെ ആ ഭാഗത്ത് അത് കൊടുക്കുന്നു. അടിപൊളിയായിട്ട് എല്ലാവർക്കും ഒന്ന് നോക്കാമല്ലോ. യെസ്. ഇനി നമുക്ക് അടുത്ത 1-2 ക്ലാസ്സുകൾ കൂടെ അവശേഷിക്കുന്നുള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിന് അതിന് നമുക്ക് പ്രാധാന്യം കൊടുക്കാം. നമ്മുടെ ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കുന്നില്ല. പിന്നെ വരുന്ന ബാച്ചുകളിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളെ ഉൾപ്പെടുത്തും. പിന്നെ നമ്മുടെ പഴയ ബാച്ച് ആരെയൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും 1-2 ക്ലാസ്സുകൾ, പുതിയ അപ്ഡേറ്റ്സ്. ഇപ്പോൾ ഓരോ ദിവസവും പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നത്. ഇതുപോലെ 100% എല്ലാവർക്കും ഉപയോഗപ്രദമായ വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മണി 9 ആരൊന്നും പറയുന്നില്ല. സാർ, ആ ചക്കേന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തില്ലേ, അതും ഇതും കൂടെ ബന്ധപ്പെടുത്തി എങ്ങനെയാണത് വരുന്നതെന്ന് മനസ്സിലായില്ല. അതായത് മാഡം, നമ്മുടെ റെക്കോർഡ് ക്ലാസ് ഒന്ന് വ്യക്തമായിട്ടൊന്ന് കേൾക്കണം. ഞാൻ ഇപ്പോൾ അതൊന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ ചക്കയും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ചക്ക ഒരു മോഡല്, ഇതൊരു മോഡല്. ഓക്കെ. അപ്പൊ അതില് ഇനി അതെ, നമുക്ക് ഇതിന് ഇപ്പോ റീന എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഒരു ചക്ക പിന്നെ ചക്ക ചിപ്സിന്റെ ഒരു യൂണിറ്റ് തുടങ്ങുന്നു നോക്കിയാൽ. അപ്പൊ ആ ചക്ക ചിപ്സിന്റെ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി ആ ചക്ക ചിപ്സിൽ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതിന്റെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് നല്ല ടൈപ്പോഗ്രാഫി ചെയ്തെടുക്കണം. അപ്പൊ അങ്ങനെ ടൈപ്പോഗ്രാഫി ചെയ്തെടുക്കുമ്പോൾ അതിന് ആ പേരിന് എങ്ങനെയായിരിക്കും ആ പേര് ടൈപ്പോഗ്രാഫി ചെയ്യേണ്ടത്. അപ്പൊ ടൈപ്പോഗ്രാഫി ഉള്ള മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അത് നമ്മൾ ഇൻ പിൻട്രസ്റ്റിൽ നമ്മൾ അന്വേഷിക്കും. അപ്പൊ അതിന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പോഗ്രാഫി കണ്ടു, അതായത് ഫോണ്ട് കണ്ടു. അതായത് ഒരു പ്രത്യേക രീതിയിൽ ഫോണ്ടിനെ തയ്യാറാക്കുന്നതിനാണ് ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പൊ നാച്ചുറൽ എന്ന് വെച്ചാൽ ഇതിനു വേണ്ടി തയ്യാറാക്കിയ സാധനമാണ്. ഇതേപോലത്തെ ഫോണ്ടൊന്നും നമുക്ക് കിട്ടില്ല.
അതിനെയാണ് ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ ഈ നാച്ചുറൽ എന്ന് പറയുന്നത് പോലെ ആയിരിക്കണം റീന ചക്ക ചിപ്സ്, റീന ചിപ്സ് എന്ന് വരേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കുന്നു, സ്നിപ്പ് ചെയ്യുന്നു, അതിനെ ഒരു JPG ഫയലായിട്ട് സേവ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ChatGPT അപ്ലോഡ് ചെയ്യുന്നു ഈ പടം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനുശേഷം ഞാനൊരു പ്രോംപ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലിടും. ആ പ്രോംപ്റ്റ് എടുത്ത് നിങ്ങൾ എല്ലാവരും സേവ് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ പ്രോംപ്റ്റ് എടുത്തിട്ട് മലയാളത്തിലാണെങ്കിൽ ഇൻസർട്ട് മലയാളം എന്നുള്ള ഒരു ഭാഗമുണ്ട്, അവിടെ ഇത് അങ്ങ് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ റീന ചിപ്സ് എന്ന് ഇതേ മാതൃകയിൽ ഒരു സാധനം ഉണ്ടായി വരും. ഇപ്പൊ ക്ലിയർ ആയോ? ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നാളെ നമ്മുടെ ഈ ഗ്രൂപ്പില് ഇതിന്റെ പ്രോംപ്റ്റ് ഒക്കെ ഇട്ട് തരാം. ഓക്കെ, ശരി, ഓക്കെ, മനസ്സിലായല്ലോ? പ്രോംപ്റ്റ് ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് പേസ്റ്റ് ചെയ്തേക്കാം നമ്മുടെ ഗ്രൂപ്പില്. ആ പ്രോംപ്റ്റ് ഞാൻ ഇപ്പൊ പേസ്റ്റ് ചെയ്ത്, ഇപ്പൊ ഈ ആവേശത്തിൽ ആരെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, ഞാൻ പ്രോംപ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്.